ചർച്ചയിൽ ആഡ് ചെയ്യാനായി ഞാൻ KSFDC ഡയറക്ടർ അഡ്വക്കേറ്റ് മെൽബിൻ മാത്യു അങ്ങയുടെ ചർച്ച കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് അയച്ച മെസ്സേജും കൂടെ ഞാനൊന്ന് വായിക്കാം. കഴിഞ്ഞ വർഷം 1.5 കോടി രൂപ അങ്ങനെ ചെലവാക്കി 50,000 രൂപ മാത്രമാണ് തിരിച്ചു കിട്ടിയത്. അവർ കണ്ടോണ്ടിരിക്കുകയാണ്. 6 മൂവിയോളം നമ്മൾ അങ്ങനെ പലതിലും സ്പോൺസർ ചെയ്തു. അതിന്റെ ഫുൾ എമൗണ്ടും ലോസ് ആയി. അത് ജാതി കാരണമല്ല, പലപ്പോഴും സിനിമയ്ക്ക് വേണ്ട രീതിയിൽ ട്രെയിനിങ് ഇല്ലാത്ത കാരണമാണ്. ഞാൻ മാധുവിന് അഡ്വക്കേറ്റ് മെൽബിൻ മാത്യു അയച്ചതിന്റെ ഫോട്ടോ അയച്ചിട്ടുണ്ട്. അദ്ദേഹം അത് കാണിക്കണമോ സംഭവിക്കുമോ എനിക്കറിയില്ല. കാണുമ്പോൾ അങ്ങയോടാണ് ഐക്യദാർഢ്യപ്പെടാൻ കഴിയുന്നത് എന്നുള്ളത് അതും നല്ല ഒരു സന്ദേശമാണ് കേട്ടോ. അങ്ങ് പറഞ്ഞ രാഷ്ട്രീയത്തോടാണ് അദ്ദേഹത്തിന് ഐക്യപ്പെടാൻ കഴിയുന്നത് എന്നുള്ളതിനെ നമ്മളൊന്ന് കാണേണ്ടത്. വാസവൻ സാറ് വലതുപക്ഷക്കാരനല്ലല്ലോ, മുകേഷ് ഏട്ടൻ വലതുപക്ഷക്കാരനല്ലല്ലോ. ഇതിന്റെ പ്രശ്നം പക്ഷം എന്ന് പറയുന്നത് കക്ഷി രാഷ്ട്രീയത്തിൽ നിൽക്കുന്നതല്ല, അത് ചിന്തയുടെ, അത് കാഴ്ചപ്പാടിന്റെ കൂടി അടയാളപ്പെടുത്തലാണ്. ട്രെയിനിങ്ങും ഞാൻ ഒരു വരി കൂടെ മാത്രം പറഞ്ഞ പിന്നെ വലിയ അവസരം തരണം. ഈ എന്തെങ്കിലും ഒരു വിമർശനം പറഞ്ഞാൽ അതിനെ പോസിറ്റീവ് സ്പിരിറ്റിൽ എടുക്കാതെ, ഒരു ഗുരു പറയുന്നതാണെന്ന് തിരിച്ചറിയാതെ ഇതിന്റെ പിന്നിൽ മുഴുവൻ ജാതിയാണ്, സവർണ പൊതുബോധമാണെന്നൊക്കെ പറഞ്ഞാൽ ആ മേഖല നന്നാവില്ല. ഇദ്ദേഹം അദ്ദേഹത്തോട് അങ്ങേക്ക് മെസ്സേജ് അയച്ച ഈ പറയുന്ന KSFDCയുടെ ഉദ്യോഗസ്ഥരോട് പോയി പറയൂ, അങ്ങ് തന്നെ മെസ്സേജ് അയക്കൂ, ഇതിന് ശേഷം ഇനി ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് അദ്ദേഹം സർക്കാരിനോട് അറിയിക്കാൻ പറയൂ. എന്നിട്ട് വിപണി മൂല്യം ഉറപ്പുവരുത്തുന്ന താരജാടകളുള്ള ഒരു തരിക്ക് പോലും രാഷ്ട്രീയം പറയാത്ത സിനിമകളിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ളതാണ് സർക്കാരിന്റെ ഈ കാശ് എന്ന് അദ്ദേഹം വിചാരിക്കുന്നുണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയി മുടക്കണമെന്ന് സർക്കാരിനോട് പറയാൻ പറയൂ. ഇത് കലാപരമായ അഭിരുചികളുള്ള, ലോകം അറിയപ്പെടുന്ന കലാഭിരുചിയുള്ള മനുഷ്യന്മാർക്ക് സാമൂഹ്യ ചുറ്റുപാടുകൾ പരിമിതമാണെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. വിപണിയിൽ മുടക്കി ലാഭം കൊയ്യാൻ സർക്കാർ പലിശയ്ക്ക് കൊടുക്കുന്ന പണമല്ല എന്നെങ്കിലും മിനിമം തിരിച്ചറിയാൻ പറയൂ ഉപദേശകനോട് കേട്ടോ. അദ്ദേഹത്തോട് തിരിച്ചറിയാൻ പറയൂ എന്ന് അദ്ദേഹത്തോട്. അടൂർ ഗോപാലകൃഷ്ണന് മോഹൻലാലിനെ വെച്ച്, മമ്മൂട്ടിയെ വെച്ച്, അദ്ദേഹത്തിന്റെ പ്രിയ കലാകാരനായ ഈ പറയുന്ന ഇതിന്റെ എല്ലാം തുടക്കം അവിടെ നിന്നാണല്ലോ, ദിലീപിനെ വെച്ച് ഒക്കെ സിനിമ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് അടൂർ ഗോപാലകൃഷ്ണൻ എന്ന ബ്രാൻഡിൽ നിന്നുകൊണ്ടാണ്. 1.5 കോടി സിനിമയുടെ ബജറ്റ് ആക്കി വെക്കുന്ന പുതുമുഖക്കാർക്ക് അങ്ങനെ ആർജിച്ചെടുക്കാൻ കഴിയുന്ന പ്രിവിലേജ് സമൂഹം നൽകുന്നില്ല എന്നെങ്കിലും മനസ്സിലാക്കിയാൽ കൊള്ളാം. ശ്രീ രാഹുൽ ഈസർ.